എല്ലാ വിദ്യാർത്ഥികൾക്കും പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4th ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്. ഒരു ക്വസ്റ്റ്യനും കൂടെ പഠിക്കുമ്പോൾ ആ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസികളെക്കുറിച്ചും ന്യൂക്ലിയർ പ്രോഗ്രാംസിനെ കുറിച്ചുമാണ്. ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി, ആണവ നയം, ന്യൂക്ലിയർ പ്രോഗ്രാം, ആണവ പരിപാടി, ഇന്ത്യയുടെ ആണവ നയത്തെയും ആണവ പരിപാടികളെയും കുറിച്ച് ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തിൽ നമുക്ക് പഠിക്കാം. അത്രയും ഭാഗങ്ങളാവുമ്പോൾ നമുക്ക് ആ ചാപ്റ്റർ തീരും. എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് ഇന്ന് തന്നെ പോവാം. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്ത്യയുടെ ആണവ പരിപാടി അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്രോഗ്രാം എന്ന് പറയാൻ കഴിയില്ല, പ്രോഗ്രാംസ് പരിപാടികൾ തന്നെയാണ്. ആൻഡ് ന്യൂക്ലിയർ പോളിസി, ഇന്ത്യയുടെ ആണവ നയം. നമുക്കറിയാം ആണവായുധങ്ങൾ എന്താണെന്നും ആണവായുധങ്ങൾ ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും ഒക്കെ 10th നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത്, അവസാന സമയത്ത് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ന്യൂക്ലിയർ ബോംബുകൾ ഉപയോഗിച്ചു. ഇതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇപ്പോഴും നിലനിൽക്കുന്നു. അതായത് ലോകത്തെ തന്നെ നശിപ്പിക്കാൻ, ലോകം തന്നെ ഇല്ലാതാക്കാൻ, ഭൂമുഖത്തെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളെയും ഇല്ലാതാക്കാൻ എന്തിനു സാധിക്കും? ന്യൂക്ലിയർ ബോംബുകൾക്ക് സാധിക്കും, അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസിന് സാധിക്കും. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി എന്താണെന്നും ന്യൂക്ലിയർ പ്രോഗ്രാം എന്താണെന്നും എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിനു ശേഷം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായി. നെഹ്റു ഒരു ഫോറിൻ പോളിസി തന്നെ ഫോം ചെയ്തു എന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു. നെഹ്റു രൂപപ്പെടുത്തിയ ഫോറിൻ പോളിസി നാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ചേരിചേര പ്രസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചേരിചേര നയം, ന്യൂക്ലിയർ ചേരിചേര നയം അല്ലെങ്കിൽ നോൺ അലൈൻഡ് പോളിസി തന്നെ നെഹ്റു രൂപപ്പെടുത്തി. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നെഹ്റു പൊതുവെ ഒരു പീസ്ഫുൾ മൈൻഡുള്ള ഒരാളാണ്, ഒരു സമാധാന പ്രിയനായിരുന്നു നെഹ്റു. അതുകൊണ്ട് തന്നെ നെഹ്റുവിൻ്റെ ആഗ്രഹം ന്യൂക്ലിയർ വെപ്പൺസ് ഇന്ത്യ എന്ത് ചെയ്യേണ്ട, രൂപീകരിക്കേണ്ട, അതിനെക്കുറിച്ചുള്ള, അത് ഇന്ത്യയുടെ നയമല്ല. ആണവായുധങ്ങൾ രൂപീകരിക്കുന്നതിന് ആരെതിരായിരുന്നു? നെഹ്റു എതിരായിരുന്നു. നെഹ്റു വാസ് എഗെയിൻസ്റ്റ് ദ ന്യൂക്ലിയർ വെപ്പൺസ്. നെഹ്റു എന്തിനെതിരായിരുന്നു? ന്യൂക്ലിയർ വെപ്പൺസിന് എതിരായിരുന്നു. കാര്യം എന്താണ്? ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നെഹ്റുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ലോകത്തെ തന്നെ അത് ഇല്ലാതാക്കുവാനേ കഴിയൂ. 1945 അമേരിക്ക ജപ്പാനിൽ ഉപയോഗിച്ചതുപോലെയുള്ള ന്യൂക്ലിയർ ആയുധങ്ങളല്ല ഇന്ന് പല രാജ്യങ്ങളുടെയും കൈവശമുള്ളത്. അത് തീവ്രമാണ്, കുറച്ചുകൂടെ എഫക്റ്റീവാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഹ്റുവിൻ്റെ തീരുമാനം ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ് ശരിവച്ചു. നെഹ്റു ഒരു തീരുമാനമെടുത്തു, അതിനെ ആരും എതിർത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവെ സമാധാനം ആഗ്രഹിക്കുന്ന, കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ പറഞ്ഞു, ഇന്ത്യ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. സമാധാനപരമായ സഹവർത്തിത്വമാണ് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെഹ്റുവിൻ്റെ പോളിസി ആദ്യകാലത്ത് എല്ലാവരും അംഗീകരിച്ചു. ഇന്ത്യ എന്തിന് തയ്യാറായില്ല, എന്തിനു വേണ്ട ശ്രമങ്ങൾ നടത്തിയില്ല? ന്യൂക്ലിയർ വെപ്പൺസ് തയ്യാറാക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ ഇന്ത്യ നടത്തിയില്ല. നെഹ്റു ന്യൂക്ലിയർ വെപ്പൺസ് തയ്യാറാക്കിയ രാജ്യങ്ങളോടെല്ലാം ആവശ്യപ്പെട്ടു, നിങ്ങളെല്ലാം എന്തു ചെയ്യണം? ഈ ആണവായുധങ്ങൾ ഒഴിവാക്കണം, ആണവായുധങ്ങൾ ലോകത്തിന് തന്നെ വിപത്താണെന്ന് നെഹ്റു പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ന്യൂക്ലിയർ ആയുധങ്ങളുടെ ഉപയോഗം ഇൻക്രീസ് ചെയ്യുക മാത്രമാണ് ചെയ്തത്, അത് കൂടിക്കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്തത്. ഇതിനിടയിൽ ചൈന 1964 ഒക്ടോബർ മാസത്തിൽ ആദ്യത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കണം, ചൈന ആദ്യ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുന്നത് 1964. ചൈനാസ് ന്യൂക്ലിയർ
ചൈനയുടെ ആദ്യത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് ആണ്, ഓർമ്മിക്കണം, ന്യൂക്ലിയർ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ 1964 ചൈന ആദ്യത്തെ എന്ത് നടത്തി? ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി. ഇതിനുശേഷം ചൈനയും കൂടെ ആയപ്പോൾ 5 രാജ്യങ്ങൾ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയ രാജ്യങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു. ചൈന ഉൾപ്പെടെ 5 രാജ്യങ്ങൾ. ചൈനയ്ക്ക് മുൻപ് തന്നെ ആദ്യം അമേരിക്കയാണ് ഇത് രൂപീകരിച്ചത്, ഈ ആണവായുധങ്ങൾ രൂപപ്പെടുത്തിയത്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു ആണവായുധ ശക്തികളായി മാറിയത്? USA, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, ഫ്രാൻസ്, ചൈന. ഈ 5 രാജ്യങ്ങൾ ആരൊക്കെയായിരുന്നു? USA, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, ഫ്രാൻസ്, ചൈന. ഈ രാജ്യങ്ങളാണ്, ഈ 5 രാജ്യങ്ങളാണ് എന്ത് രൂപപ്പെടുത്തിയത്? 1964 ചൈനയും കൂടെ ന്യൂക്ലിയർ വെപ്പൺസ് രൂപപ്പെടുത്തിയപ്പോൾ 5 ലോകരാജ്യങ്ങൾ ന്യൂക്ലിയർ പവേഴ്സായി മാറി, ആണവ ശക്തികളായി മാറി. അതുകൊണ്ട് തന്നെ ഒരു പുതിയ നിയമം പിന്നീട് രൂപപ്പെട്ടു. 1968 ഒരു പുതിയ നിയമം ഇവർ 5 പേരും കൂടെ കൊണ്ടുവന്നു. ഈ നിയമത്തെ NPT എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. NPT എന്താണ്? നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി, ആണവ നിർവ്യാപന കരാർ. നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി ആര് രൂപപ്പെടുത്തി? ഈ പറയുന്ന 5 രാജ്യങ്ങൾ. അതിന് നേതൃത്വം കൊടുത്തത് USA ആണ്. USA-യുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട പുതിയ ട്രീറ്റിയാണ് നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി 1968. 1968 ഈ 5 രാജ്യങ്ങൾ ചേർന്ന് രൂപപ്പെടുത്തിയ, അത് അമേരിക്കയാണ് രൂപപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകിയത്, ഉടമ്പടിയാണ്, ട്രീറ്റിയാണ് NPT അല്ലെങ്കിൽ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി എന്നറിയപ്പെടുന്നത്. ഈ ട്രീറ്റിയിൽ പറയുന്നു 1968 ശേഷം അല്ലെങ്കിൽ 70 ശേഷം ആണവശക്തികളായ രാജ്യങ്ങൾ, അതിനുശേഷം ഓർമ്മിക്കണം, 70 ശേഷം ആണവശക്തികളായ രാജ്യങ്ങൾ അവരുടെ കൈവശമുള്ള ആണവായുധങ്ങൾ ഉപേക്ഷിക്കണം. 70 മുൻപ് ആണവശക്തികളായ രാജ്യങ്ങൾ എന്ത് നിലനിർത്താം? അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് അവർക്ക് നിലനിർത്താം. ഇതായിരുന്നു ഈ ട്രീറ്റി, ഈ ഉടമ്പടി. അപ്പോൾ ഈ ഉടമ്പടിയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. എന്ത് വ്യത്യാസമാണ് ഈ ഉടമ്പടിയിലുള്ളത്? എന്ത് വൈരുദ്ധ്യമാണ് ഈ ഉടമ്പടിയിലുള്ളത്? ഈ ഉടമ്പടിയിൽ പറയുന്നു, നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ പറയുന്നു 70 മുൻപ് ആണവശക്തികളായ ഈ 5 രാജ്യങ്ങൾക്ക് അവരുടെ കൈവശമുള്ള ആയുധങ്ങൾ അതുപോലെ നിലനിർത്താം. എന്നാൽ 70 ശേഷം രൂപപ്പെടുത്തിയ ആണവായുധങ്ങൾ രൂപപ്പെടുത്തിയ രാജ്യങ്ങൾ ഈ ആണവായുധങ്ങളെ എന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. ഇതായിരുന്നു വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ കരാറിൽ, ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ ഇന്ത്യ തയ്യാറായില്ല. ഇന്ത്യ റെഫ്യൂസ്ഡ് ടു സൈൻ ഇറ്റ്. ഇന്ത്യ ഇതിൽ സൈൻ ചെയ്യുന്നത് എന്ത് ചെയ്തു? നിരസിച്ചു. ഇന്ത്യ പറഞ്ഞു, ഇതെന്താണ്? ഇത് വിവേചനപരമാണ്, ഇല്ലയോ? ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ന്യായീകരിക്കാൻ കഴിയില്ല. എല്ലാവരും എന്ത് ചെയ്താൽ, ആണവായുധങ്ങൾ ഇല്ലാതാക്കിയാൽ ഇന്ത്യയും ആണവായുധങ്ങൾ ഒഴിവാക്കും. അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ ഇരിക്കട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം നിങ്ങൾ നശിപ്പിക്കൂ എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ്. അത് ലോകത്തെ സമാധാന അന്തരീക്ഷത്തെ ഇല്ലാതാക്കും. ലോകത്ത് ആണവായുധ രാജ്യങ്ങൾ ലോകത്ത് കുത്തക സ്ഥാപിക്കും, അവരുടെ ആധിപത്യം സ്ഥാപിക്കും എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരിക്കലും ഒപ്പുവെക്കാൻ തയ്യാറായില്ല. നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ, ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കാൻ ഇന്ത്യ തയ്യാറായില്ല. ഓക്കെ, എന്ന് മാത്രമല്ല ഇന്ത്യ എന്ത് ചെയ്യാൻ തുടങ്ങി? ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ ഇന്ത്യ നടത്തുവാൻ തുടങ്ങി. ഇന്ത്യക്ക് മനസ്സിലായി, ചൈനയും കൂടെ 64 ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഇതിൻ്റെ ദോഷവശം ഇന്ത്യക്ക് മനസ്സിലായി. നെഹ്റുവിൻ്റെ പോളിസിയും കൊണ്ടിരുന്നാൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, എളുപ്പമാകില്ല. കാരണം 62 ചൈന ഇന്ത്യ ആക്രമിച്ചത് നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 1962 ചൈന ഇന്ത്യ ആക്രമിച്ചിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ചൈന എന്ത് ചെയ്തത്? ഈ പറയുന്ന ന്യൂക്ലിയർ ടെസ്റ്റ് വിജയകരമായി അവർ പൂർത്തിയാക്കിയത്. അപ്പോൾ ഇന്ത്യയും എന്തിൻ്റെ പാത സ്വീകരിക്കാൻ തുടങ്ങി? ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന പാത സ്വീകരിക്കുവാൻ തുടങ്ങി. ഇതിനെ തുടർന്ന് 1974 മെയ് മാസം 18-ാം തീയതി ഇന്ത്യയും എന്ത് നടത്തി? ആദ്യ ആണവ പരീക്ഷണം.
മെയ് 18 ഇന്ത്യ ആദ്യ ഫസ്റ്റ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഇന്ത്യ നടത്തി. എവിടെയാണ് ഇന്ത്യ ഈ പരീക്ഷണം നടത്തിയത്? പൊഖ്രാനിൽ വെച്ചാണ് ഇന്ത്യ ഈ പരീക്ഷണം നടത്തിയത്. പൊഖ്രാൻ. എവിടെയാണ് പൊഖ്രാൻ? രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ പൊഖ്രാൻ എന്ന് പറയുന്ന മരുപ്രദേശമാണ്, മരുഭൂമി പ്രദേശമാണ്, ആൾതാമസമില്ലാത്ത സ്ഥലമാണ്. ഇവിടെ വെച്ച് ഇന്ത്യ ആദ്യത്തെ ഇന്ത്യയുടെ ആണവ പരീക്ഷണം നടത്തി. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് എതിരുണ്ട്. കാരണം വിദേശ രാജ്യങ്ങളെല്ലാം, ഇവരെല്ലാം ഈ പറയുന്ന 5 രാജ്യങ്ങൾ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി റെഡിയാക്കി വെച്ച് ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളെയും കൊണ്ട് അതിൽ ഒപ്പിടിപ്പിച്ച് നിർബന്ധപൂർവ്വമൊക്കെ അതിനകത്ത് സൈൻ ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ ഇന്ത്യ അതിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ത്യ എന്ത് പരീക്ഷണം നടത്തി? ആദ്യ ആണവ പരീക്ഷണം നടത്തി 1974. എവിടെ വെച്ചാണ് ഇന്ത്യ ആദ്യ ഫസ്റ്റ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഇന്ത്യ നടത്തിയത്? പൊഖ്രാൻ. അത് പ്രത്യേകിച്ച് ഓർമ്മിക്കണം. പൊഖ്രാനിലാണ്. മെയ് മാസം 18-നാണ് രാജസ്ഥാനിലെ പൊഖ്രാൻ എന്ന സ്ഥലത്ത് വെച്ച് ഇന്ത്യ ആദ്യ അണുപരീക്ഷണം നടത്തിയത്. ഓക്കെ, ഇതിന് കൊടുത്ത ഇറ്റ്സ് സീക്രട്ട് കോഡ് നെയിം വാസ് ബുദ്ധ സ്മൈൽ. ഇതിന് ഇന്ത്യ കൊടുത്ത രഹസ്യനാമം എന്തായിരുന്നു? ഇതിന് കൊടുത്ത രഹസ്യനാമം, ഇന്ത്യ കൊടുത്ത പൊഖ്രാനിൽ നടത്തിയ ആണവ പരീക്ഷണത്തിന് ഇന്ത്യ കൊടുത്ത രഹസ്യനാമം ബുദ്ധ സ്മൈൽസ്, ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് ഇന്ത്യ ഇതിന് കൊടുത്ത രഹസ്യനാമം. ഓക്കെ, അപ്പോൾ 1974 മെയ് മാസം 18-ാം തീയതി രാജസ്ഥാനിലെ പൊഖ്രാൻ എന്ന സ്ഥലത്ത് ഇന്ത്യ ഫസ്റ്റ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്തി. ഇതിന് കൊടുത്ത സീക്രട്ട് കോഡ് എന്തായിരുന്നു? ഇതിന് കൊടുത്ത രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് ഇന്ത്യ ഇതിന് കൊടുത്ത രഹസ്യനാമം. ഓക്കെ, പക്ഷേ ഈ അണുപരീക്ഷണം നടത്തിയെങ്കിലും, ആണവ പരീക്ഷണം ഇന്ത്യ നടത്തിയെങ്കിലും ഇന്ത്യ പ്രഖ്യാപിച്ചു, ഇന്ത്യ ഒരിക്കലും സമാധാനപരമായ ആവശ്യങ്ങൾക്കല്ലാതെ എന്തുപയോഗിക്കില്ല? ആണവായുധങ്ങൾ ഉപയോഗിക്കില്ല. ഇന്ത്യ എപ്പോഴും സമാധാനപരമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാത്രമേ എന്തുപയോഗിക്കൂ? ആണവായുധങ്ങൾ ഉപയോഗിക്കൂ. ഇന്ത്യയുടെ നിലപാട് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. ലോകരാജ്യങ്ങൾക്ക് ഒന്നും ആശങ്ക വേണ്ട. ഇന്ദിരാഗാന്ധിയാണെന്ന് പ്രധാനമന്ത്രിയായിരുന്നത്. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ നിലപാട് പ്രഖ്യാപിച്ചു. ഇന്ദിരാഗാന്ധിയുടെ നിലപാട് എന്ത് ചെയ്തു? ഇന്ത്യയുടെ നിലപാട് കാത്ത് ലോകം തന്നെ കാതോർത്തിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തുന്നു. ഇനി ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും? ഇന്ത്യ ഒരു ആക്രമണ രീതിയിലേക്ക് പോകുമോ? അഗ്രസീവ് മെന്റാലിറ്റിയിലേക്ക് ഇന്ത്യ പോകുമോ എന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു, ഇന്ത്യ ഒരിക്കലും ഇന്ത്യയുടെ ആണവായുധങ്ങൾ സമാധാനപരമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ഉപയോഗിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഇന്ത്യയെ അമേരിക്ക നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് എന്തിൽ ഒപ്പുവെക്കാൻ? നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി, ആണവായുധങ്ങൾ നിർവ്യാപനം ചെയ്യുന്ന കരാറിൽ ഒപ്പുവെക്കാൻ ഇന്ത്യയെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യ എന്നിട്ടും എന്തിൽ ഒപ്പുവെച്ചില്ല? നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഇന്ത്യ സൈൻ ചെയ്യാൻ തയ്യാറായില്ല. ഇതിനിടയ്ക്ക് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞുപോയി. 1998 ഇന്ത്യ കണ്ടക്ടഡ് എ സീരീസ് ഓഫ് ന്യൂക്ലിയർ ടെസ്റ്റ്. ഇന്ത്യ എന്ത് നടത്തി? ഒരു ന്യൂക്ലിയർ ടെസ്റ്റിന്റെ പരമ്പര തന്നെ, ആണവ പരീക്ഷണങ്ങളുടെ ഒരു പരമ്പര തന്നെ ആര് നടത്തി? ഇന്ത്യ നടത്തി. ഏത് വർഷമായിരുന്നു? 1998 1998 ഇന്ത്യ ആണവ പരീക്ഷണങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തി. ഇതിൻ്റെയും വേദി സ്ഥലം എവിടെ തന്നെയായിരുന്നു? രാജസ്ഥാനിലെ പൊഖ്രാൻ തന്നെയായിരുന്നു ഇന്ത്യ വേദിയാക്കിയത്. ഓക്കെ, രാജസ്ഥാനിലെ പൊഖ്രാൻ എന്ന സ്ഥലത്ത് തന്നെ ഇന്ത്യ 98 ഒരു പരീക്ഷണമല്ല നടത്തിയത്, സീരീസ് ഓഫ് ന്യൂക്ലിയർ ടെസ്റ്റ്. ന്യൂക്ലിയർ ടെസ്റ്റിൻ്റെ ഒരു സീരീസ്, ഒരു പരമ്പര തന്നെ തുടർച്ചയായിട്ട് ഒന്നിലധികം പരീക്ഷണങ്ങൾ ഇന്ത്യ നടത്തി. ഇറ്റ്സ് സീക്രട്ട് കോഡ് നെയിം വാസ്, ഇതിന് കൊടുത്ത രഹസ്യനാമം എന്തായിരുന്നു? ഓപ്പറേഷൻ സ്ട്രെങ്ത്. എന്താണ് ഓപ്പറേഷൻ സ്ട്രെങ്ത്? ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് കൊടുത്ത 98 ഇന്ത്യയുടെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഇന്ത്യ കൊടുത്ത സീക്രട്ട് കോഡ് നെയിം എന്തായിരുന്നു? ഓപ്പറേഷൻ സ്ട്രെങ്ത്. ഓപ്പറേഷൻ സ്ട്രെങ്ത്. ആദ്യത്തേത് ബുദ്ധ സ്മൈൽസ്, രണ്ടാമത്തതിന് ഓപ്പറേഷൻ സ്ട്രെങ്ത് എന്നാണ് ആര് കൊടുത്ത കോഡ് നെയിം? ഇന്ത്യ കൊടുത്ത സീക്രട്ട് കോഡ് നെയിം, രഹസ്യ നാമം. അന്ന് AB വാജ്പേയി ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി.
ഓക്കെ, അന്ന് ഇന്ത്യ എന്ത് ചെയ്തു? രണ്ടാമത് അന്ന് കടുത്ത എതിർപ്പുണ്ടായി. തൊട്ടടുത്ത ദിവസം തന്നെ പാകിസ്ഥാനും എന്ത് ചെയ്തു? ഇന്ത്യയോടൊപ്പം തന്നെ അന്ന് ആണവ പരീക്ഷണം നടത്തി. ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ സമയം തന്നെ എന്ത് ചെയ്തു? പാകിസ്ഥാനും ആണവ പരീക്ഷണം നടത്തിയ ഒരു സമയമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഇന്ത്യ വീണ്ടും ഇന്ത്യയുടെ ആണവ മേഖലയിലുള്ള കരുത്ത് ഇന്ത്യ വീണ്ടും തെളിയിച്ചു. ഓക്കെ, പക്ഷെ ഇന്ത്യ എന്ത് ചെയ്യുന്നു? ഒരു കാര്യവും കൂടെ ഇന്ത്യ ഉറപ്പിച്ചു പറയുന്നു. ഇന്ത്യക്കെതിരെ അന്ന് ഭയങ്കര ഉപരോധങ്ങളൊക്കെ ഉണ്ടായി. മറ്റു രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇന്ത്യക്കെതിരെ ഉപരോധമൊക്കെ ഏർപ്പെടുത്തി. പക്ഷെ അതൊന്നും വില പോയില്ല. നമ്മൾ എന്ത് ചെയ്തു? ശക്തമായ ആണവ നയവുമായി ഇന്ത്യ മുന്നോട്ട് പോയി. ഇന്ത്യ ഒരു കാര്യവും കൂടെ ഉറക്കെ പ്രഖ്യാപിച്ചു. എന്തായിരുന്നു? ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധമുണ്ടായാൽ ആദ്യം ഇന്ത്യ ഒരിക്കലും എന്തുപയോഗിക്കില്ല? ആണവായുധങ്ങൾ ഉപയോഗിക്കില്ല. ഇന്ത്യ വിൽ നോട്ട് ബി ദ ഫസ്റ്റ് കൺട്രി ടു യൂസ് ദ ന്യൂക്ലിയർ വെപ്പൺസ്. അല്ലയോ? ഇന്ത്യ പ്രഖ്യാപിക്കുന്നു, ആദ്യം ഒരു യുദ്ധം ഉണ്ടാകുന്നു എന്ന് വെച്ചോ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി, ഒരിക്കലും ഇന്ത്യയുടെ കയ്യിലെ ആണവായുധം ആദ്യം ഉപയോഗിക്കില്ല. ഇങ്ങോട്ട് ആണവായുധങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചുപയോഗിക്കും. ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായാലും ഇന്ത്യ ആദ്യം എന്തുപയോഗിക്കില്ല? ആണവായുധം ഉപയോഗിക്കില്ല. ഇങ്ങോട്ട് ഉണ്ടായാൽ ഇന്ത്യക്ക് മേൽ ആരെങ്കിലും ആണവായുധം പ്രയോഗിച്ചാൽ മാത്രമേ ഇന്ത്യ അങ്ങോട്ട് അത് ഉപയോഗിക്കൂ. ഓക്കെ, അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യുന്നു? ക്ലിയർ ചെയ്യുന്നു. ഇന്ത്യ ഓപ്പൺലി ഡിക്ലെയർസ്, ഇന്ത്യ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ തുറന്ന് പ്രഖ്യാപിക്കുന്നു. എന്താണ്? ദാറ്റ് ഇന്ത്യ വിൽ നോട്ട് ബി ദ ഫസ്റ്റ് കൺട്രി ടു യൂസ് ദ ന്യൂക്ലിയർ വെപ്പൺസ്. ഇന്ത്യ വിൽ നോട്ട് ബി ദ ഫസ്റ്റ് കൺട്രി ടു യൂസ് ദ ന്യൂക്ലിയർ വെപ്പൺസ്. ഇന്ത്യ ഒരിക്കലും എന്തുപയോഗിക്കില്ല? ആദ്യമായിട്ട് ആണവായുധങ്ങൾ ഉപയോഗിക്കില്ല എന്ന് ഇന്ത്യ എന്ത് ചെയ്യുന്നു? അസന്ധിഗ്ധമായി ഇന്ത്യ പ്രഖ്യാപിക്കുന്നു. ഓക്കെ, ഇതിൽ നിന്ന് ഇന്ത്യയുടെ പോളിസി എന്താണെന്ന് നമുക്ക് മനസ്സിലാകാം. സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യ ഏർപ്പെട്ടത്? ഈ ന്യൂക്ലിയർ വെപ്പൺസിന്റെ പ്രൊഡക്ഷനിൽ ഇന്ത്യ ഏർപ്പെട്ടത്. ഇല്ലെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യില്ലായിരുന്നു? നെഹ്റുവിന്റെ നയം തന്നെ പിന്നീടുള്ള ഭരണാധികാരികളും സ്വീകരിക്കുമായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ചൈന ആണവായുധം രൂപീകരിക്കുന്നു. പിന്നീട് അമേരിക്ക ഉൾപ്പെടെയുള്ളവർ പുതിയ നിയമം കൊണ്ടുവരുന്നു. ഈ 5 രാജ്യങ്ങൾ ഒഴികെയുള്ള, നമ്മൾ പറഞ്ഞ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന, ഇവർ ഒഴികെയുള്ള ബാക്കി രാജ്യങ്ങളെല്ലാം അവരുടെ കയ്യിലുള്ള ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന നയവും കൊണ്ടുവരുന്നു. ഇത് ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കിയ ഇന്ത്യ എന്ത് ചെയ്തു? ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് ഇന്ത്യയും തിരിഞ്ഞു. അതിൽ വേണ്ട ശ്രദ്ധ കൊടുത്തു. അങ്ങനെ ഇന്ത്യയും ആണവ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. ഓക്കെ, പക്ഷേ ഇന്ത്യ പ്രഖ്യാപിക്കുന്നു, സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇന്ത്യ എന്തുപയോഗിക്കൂ? ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസും മറ്റും ഉപയോഗിക്കൂ. ഇന്ത്യ ആദ്യം ഒരു രാജ്യത്തിനെതിരെയും ആണവായുധങ്ങൾ ഉപയോഗിക്കില്ലെന്നും ഇന്ത്യ പറയുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിയും പ്രോഗ്രാംസും. ഓക്കെ, അപ്പോൾ ചോദിക്കും, എക്സ്പ്ലെയിൻ ദ ന്യൂക്ലിയർ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ഇന്ത്യസ് എക്സ്പ്ലെയിൻ ദ ന്യൂക്ലിയർ പോളിസി ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കാം. ഇന്ത്യയുടെ ആണവ പരിപാടികളെയും ആണവ നയങ്ങളെയും കുറിച്ച് വിശദമാക്കുക. ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതാമല്ലോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഈ ക്വസ്റ്റ്യനും കൂടെ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം കഴിയുന്നു. ഇനി 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പിന്നീട് തരാം. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് 5th ചാപ്റ്ററിലേക്ക് പോകാം. 5ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതുവരെയുള്ള നോട്ട്സ് എല്ലാം അയച്ചു തന്നിട്ടുണ്ട്. ഇന്നും കൂടെ ആകുമ്പോഴത്തേക്ക് ബാക്കി നോട്ട്സും കൂടെ ഇന്നത്തെ കൂടെ ചേർത്ത് ഈ ചാപ്റ്ററിൻ്റെ ഫുള്ള് നോട്ട് ഞാൻ അയച്ചു തരും. ഓക്കെ, അപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തുകൊള്ളണം. ഇനി നമുക്ക് 5th ചാപ്റ്ററിലേക്ക് പോകാം. 5ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് കോൺഗ്രസ് വ്യവസ്ഥ, കോൺഗ്രസ് പ്രസ്ഥാനം നേരിട്ട വെല്ലുവിളികളും കോൺഗ്രസിൻ്റെ തിരിച്ചുവരവുമൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, കോൺഗ്രസ് നേരിട്ട വെല്ലുവിളികൾ, ചലഞ്ചസും പിന്നീട് കോൺഗ്രസ് റീസ്റ്റോർ ചെയ്യപ്പെടുന്നത്, പുനഃസ്ഥാപിക്കപ്പെടുന്നതുമൊക്കെയാണ് ഇനി വരുന്ന ആ 2 ചാപ്റ്ററിലും അതുപോലെ തന്നെ 5ഉം 6ഉം ചാപ്റ്ററുകൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ചാപ്റ്ററുകളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ആ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ചാപ്റ്ററിലെ 5th ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ 1960s നിരവധി ചലഞ്ചസിനെ ഫേസ് ചെയ്തു. ഏതൊക്കെ ചലഞ്ചസിനെയാണ് 1960s ഇന്ത്യ ഫേസ് ചെയ്തത്? 1960കളിൽ ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട ചലഞ്ചസ്, വെല്ലുവിളികൾ എന്തെല്ലാമാണ്? ഈ വെല്ലുവിളികൾ 1960കൾക്കൊരു പേരും തന്നെ നൽകി. എന്തായിരുന്നു? 1960s കൺസിഡേർഡ് ആസ് എ ഡേഞ്ചറസ് ഡീക്കേഡ്. 1960കൾ പൊതുവെ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ഡേഞ്ചറസ് ഡീക്കേഡ് എന്നാണ്. അപകടകരമായ ദശകം എന്ന് പറഞ്ഞാൽ, ഡീക്കേഡ് എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് ഡീക്കേഡ് എന്നറിയപ്പെടുന്നത്.
ഒരു ഡിക്കേഡ്. അപ്പോൾ 1960s, അതായത് 1960-കൾ, അതായത് 60 മുതൽ 69 വരെയുള്ള കാലഘട്ടം, അതാണ് 1960s എന്ന് പറയുന്നത്. 70s എന്ന് പറഞ്ഞാൽ 70 മുതൽ 79 വരെ, 80s ആകുമ്പോൾ 80 മുതൽ 89 വരെ. ഓക്കെ, അപ്പോൾ 1960s ഇന്ത്യയിലെ എന്തായിരുന്നു, ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഡേഞ്ചറസ് ഡീക്കേഡ് ആയിരുന്നു, അപകടകരമായ ഒരു കാലഘട്ടമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പീരീഡിനെ ഡേഞ്ചറസ് ഡീക്കേഡ് എന്ന് വിളിക്കുന്നത്? 60s ലേബൽ ചെയ്യുന്നു എന്തായിട്ട്? ഡേഞ്ചറസ് ഡീക്കേഡ് ആയിട്ട് ലേബൽ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് 1960s ഡേഞ്ചറസ് ഡീക്കേഡ് എന്ന് വിളിക്കുന്നത്? അതിന് കാരണമുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രശ്നം, ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യ മുൻപെന്നുമില്ലാത്ത വിധം 60കളിൽ ഇന്ത്യയിൽ പോവർട്ടി രൂക്ഷമായി, ദാരിദ്ര്യം രൂക്ഷമായി. രണ്ടാമത്തത് ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അസമത്വം, അല്ലയോ? തുല്യത ഇല്ലായ്മ. അതുപോലെ തന്നെ കമ്മ്യൂണലിസം, അല്ലയോ? കമ്മ്യൂണലിസം അതായത് വർഗീയത രൂക്ഷമായി, അൺഎംപ്ലോയ്മെന്റ് രൂക്ഷമായി, തൊഴിലില്ലായ്മ. ഇത്തരം സീരിയസ് പ്രോബ്ലങ്ങൾ ഇന്ത്യ ഫേസ് ചെയ്തത് ഏത് പീരീഡിലായിരുന്നു? ഈ പറഞ്ഞ 1960s. ഈ 1960s ഏറ്റവും ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇത് മാത്രമല്ല, 1962 ഒക്ടോബർ 20 ചൈന ആരെ ആക്രമിച്ചു? ഇന്ത്യയെ ആക്രമിച്ചു. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചൈനാസ് ഇൻവേഷൻ, അല്ലയോ? ചൈനയുടെ ആക്രമണം നമ്മൾ പഠിച്ചതാണ്. ചൈന ഇന്ത്യയെ ആക്രമിച്ചു. ഇന്ത്യയിലെ ചില പ്രദേശങ്ങൾ ചൈന കൈവശപ്പെടുത്തി. ജമ്മു കാശ്മീരിലെ, അരുണാചൽ പ്രദേശിലെയും ചില മേഖലകൾ ഇപ്പോഴും ആരുടെ കൈവശമാണ്? ചൈനയുടെ കൈവശമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ ചൈനയുടെ ആക്രമണം എന്നായിരുന്നു 1962. 1962 ചൈനയുടെ ആക്രമണം ഉണ്ടായി. ഇത് ഇന്ത്യക്ക് കടുത്ത വെല്ലുവിളിയായിരുന്നു. ഇതിലെ പരാജയം സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഇന്ത്യക്ക് വലിയ തകർച്ച തന്നെ ഉണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ 62 യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു. ഇന്ത്യയുടെ എന്ത് ചെയ്തു? ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുടെ സഹായം പോലും യുദ്ധസമയത്ത് സ്വീകരിക്കേണ്ട ഒരവസ്ഥ വന്നു, അല്ലയോ? അത് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. ഇതിനിടയ്ക്കാണ് 1964 ജവഹർലാൽ നെഹ്റു മരണപ്പെടുന്നത്. In 1964 ജവഹർലാൽ നെഹ്റു പാസ്ഡ് അവേ. 1964 ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടു. ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ എന്ത് ചെയ്തു? സംഭവ വികാസം തന്നെയായിരുന്നു. കാര്യം 47 മുതൽ 64 വരെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഒരു ചെറിയ പീരീഡ് ഒന്നും അല്ലത്, അല്ലയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 47 തുടങ്ങി 47 മുതൽ 64 വരെ, മരണം വരെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. 47, 48, 49 കാലഘട്ടത്തിൽ എന്ത് ചെയ്തില്ല? ഇലക്ഷൻ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ടായിരുന്നു. സ്വാതന്ത്ര്യ കൈമാറ്റം നടന്നപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നെഹ്റു പ്രധാനമന്ത്രിയായി. എന്നാൽ 51 ജനറൽ 51-52 എന്ത് നടന്നു? ഇന്ത്യയിൽ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടന്നു. അതിൽ വിജയിച്ച് പിന്നീട് തുടർച്ചയായിട്ട് എല്ലാ 5 വർഷം കൂടുന്തോറും ഇലക്ഷൻ നടന്നു. ഈ ഇലക്ഷനിലൊക്കെ കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് നെഹ്റു വീണ്ടും പ്രധാനമന്ത്രിയായി എന്ത് ചെയ്യപ്പെട്ടു? നിയമിക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ 64 നെഹ്റു മരണപ്പെട്ടു. നെഹ്റുവിൻ്റെ മരണശേഷം ഇന്ത്യയിൽ ഒരു ചോദ്യം മുഴങ്ങിക്കേട്ടു. ആഫ്റ്റർ നെഹ്റു ഹു? നെഹ്റുവിന് ശേഷം ആര്? ആഫ്റ്റർ നെഹ്റു വാട്ട്? നെഹ്റുവിന് ശേഷം എന്ത്? ഇതായിരുന്നു ഇന്ത്യയിൽ മുഴങ്ങിക്കേട്ട ഒരു ചോദ്യം. വിദേശികൾ ഉൾപ്പെടെ പറഞ്ഞു, നെഹ്റുവിന് ശേഷം ഇന്ത്യൻ ജനാധിപത്യം തകരും. നെഹ്റുവിൻ്റെ മരണശേഷം ഇന്ത്യൻ ഡെമോക്രസി തന്നെ തകരും. ഇന്ത്യൻ ജനാധിപത്യത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോയത് നെഹ്റുവായിരുന്നു. നെഹ്റുവിന് ശേഷം ഇനി ഇന്ത്യൻ ജനാധിപത്യത്തിന് ആയുസ്സില്ല എന്ന് വിദേശികൾ പോലും വിധി എഴുതി. അതുകൊണ്ടാണ് ആ ചോദ്യം തന്നെ ഉയർന്നു കേട്ടത്. ആഫ്റ്റർ നെഹ്റു ഹു? നെഹ്റുവിന് ശേഷം ആര്? അതുപോലെ തന്നെ ആഫ്റ്റർ നെഹ്റു വാട്ട്? നെഹ്റുവിന് ശേഷം എന്ത്? ഇന്ത്യയിൽ ഇനി ആരാണ് അടുത്ത പ്രധാനമന്ത്രി? നെഹ്റുവിനെ പോലെ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയുള്ള ഭരണാധികാരിക്ക് കഴിയുമോ? ഇനി എന്താണ് ഇന്ത്യ സ്വീകരിക്കുന്ന നയം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഇത് നെഹ്റുവിൻ്റെ മരണം 1960-കളിലായിരുന്നു. 64 സംഭവിച്ചത്. ഇതും എന്ത് ചെയ്തു? 60-കളുടെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു. ഇന്ത്യ നേരിട്ട ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു. അതിനുശേഷം 64 ആര് പ്രൈം മിനിസ്റ്ററായി നിയമിക്കപ്പെട്ടു? രണ്ടാമത്തെ പ്രൈം മിനിസ്റ്ററായി
നെഹ്റുവിന് ശേഷം ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി became the prime minister of India in 1964. 1964 ജവഹർലാൽ നെഹ്റുവിന്റെ മരണശേഷം ആര് പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു? ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യാൻ തുടങ്ങി? പതുക്കെ പ്രശ്നങ്ങളില്ലാതെ ഇന്ത്യയിലെ എന്ത് ചെയ്തു? നെഹ്റുവിനെ പോലെ തന്നെ എന്ത് ചെയ്തു? ഭരണം കാര്യക്ഷമതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശാസ്ത്രിക്ക് കഴിഞ്ഞു. അപ്പോൾ നെഹ്റുവിന് ശേഷം ആര് എന്ന ചോദ്യം അതോടെ അവസാനിച്ചു. നെഹ്റുവിന് ശേഷം എന്ത് എന്ന ചോദ്യവും അവസാനിച്ചു. അല്ലയോ? ഇന്ത്യക്ക് പേടിക്കാനില്ല. ഇന്ത്യൻ ജനാധിപത്യം എന്ത് ചെയ്തു? തകരില്ല. അത് നെഹ്റുവിന് ശേഷവും അത് നിലനിൽക്കും എന്ന് ശാസ്ത്രിയിലൂടെ തെളിയിച്ചു. പക്ഷെ യാദൃശ്ചികമായിട്ട് വളരെ എന്ത് ചെയ്യപ്പെട്ടു? ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് വളരെ 2 വർഷക്കാലം മാത്രമാണ് ശാസ്ത്രിക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അദ്ദേഹം താഷ്കൻഡിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? മരണപ്പെട്ടു. ആര് മരണപ്പെട്ടു? ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഹാർട്ട് അറ്റാക്ക് വന്ന് അദ്ദേഹം എന്ത് ചെയ്തു? മരണപ്പെടുകയും ചെയ്തു. 2 വർഷം മാത്രമാണ് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കാൻ കഴിഞ്ഞത്. 1966 ആര് മരണപ്പെട്ടു? ശാസ്ത്രി മരണപ്പെട്ടു. ശാസ്ത്രിയുടെ മരണശേഷം വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു. ഇനി ആര്? അടുത്ത ഭരണാധികാരി ആര് എന്ന ചോദ്യം ഉയർന്നു വന്നു. അല്ലയോ? ഈ ചോദ്യം എന്ത് ചെയ്തു? ഈ ചോദ്യം ഉയർന്നു വന്നു. എന്നാൽ ഇതിന് ഉത്തരമായിട്ട് പുതിയ നേതൃത്വത്തിലേക്ക് പുതിയ ഒരാൾ കടന്നു വരുന്നു. ആരാണ്? ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി became the prime minister of India. ആര് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് നിയമിക്കപ്പെട്ടു? ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ശാസ്ത്രി മരണപ്പെട്ടത് 1966 ജാനുവരി 10 ആര് മരണപ്പെട്ടത്? ശാസ്ത്രി മരണപ്പെട്ടത്. അതിനുശേഷം ആര് പ്രധാനമന്ത്രിയായി? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി. ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ആര് പരിശ്രമിക്കുകയും ചെയ്തു? ഇന്ദിരാഗാന്ധി പരിശ്രമിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ, പ്രധാനമന്ത്രിമാരുടെ മരണമായാലും ചൈനയുടെ ആക്രമണമായാലും അതുപോലെ തന്നെ ദാരിദ്ര്യമായാലും പലതരത്തിലുള്ള ഇനിക്വാളിറ്റീസ്, അസമത്വവും കമ്മ്യൂണലിസവും അൺഎംപ്ലോയ്മെൻറ്റും ഒക്കെ രൂക്ഷമായ കാലഘട്ടം 60s ആയിരുന്നു. അതുകൊണ്ടാണ് 60s എന്ത് വിളിക്കുന്നത്? സോ 1960s ഈസ് കൺസിഡേർഡ് ആസ് എ ഡേഞ്ചറസ് ഡീക്കേഡ്. അതുകൊണ്ട് 1960s എന്തായിട്ട് പരിഗണക്കാക്കുന്നു? ഡേഞ്ചറസ് ഡീക്കേഡ്, അപകടകരമായ ദശകമെന്ന് വിളിക്കുന്നു. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, അടുത്തത് നമുക്ക് കോൺഗ്രസിനുള്ളിൽ നിലനിന്നിരുന്ന സിൻഡിക്കേറ്റിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് കോൺഗ്രസിൽ നിലനിന്നിരുന്ന സിൻഡിക്കേറ്റ്? നെഹ്റുവിന്റെ മരണശേഷം കോൺഗ്രസിൽ ആധിപത്യം നേടിയ ഒരു ഗ്രൂപ്പിനെയാണ് സിൻഡിക്കേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കണം, ആരുടെ മരണശേഷം? നെഹ്റുവിന്റെ മരണശേഷം കോൺഗ്രസിൽ ആധിപത്യം പുലർത്തിയിരുന്ന കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പിനെയാണ് സിൻഡിക്കേറ്റ് എന്ന് വിളിച്ചിരുന്നത്. സിൻഡിക്കേറ്റിന്റെ പ്രധാന നേതാവ് കെ കാമരാജ് ആയിരുന്നു. ഓർമ്മിക്കണം, സിൻഡിക്കേറ്റിന്റെ മെയിൻ ലീഡർ ആരായിരുന്നു? കെ കാമരാജ്. മറ്റ് ലീഡേഴ്സ് ആരൊക്കെയാണ്? ഇതിന്റെ പ്രമുഖ നേതാക്കന്മാർ, ഒന്ന് നീലം സഞ്ജീവ റെഡ്ഡി അല്ലെങ്കിൽ എൻ സഞ്ജീവ റെഡ്ഡി, അതുപോലെ തന്നെ മറ്റൊന്ന് SK പട്ടേൽ, അതുപോലെ തന്നെ അതുല്യ ഘോഷ്, നിജലിംഗപ്പ തുടങ്ങിയവരൊക്കെ എന്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ലീഡേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ പ്രോമിനൻ്റ് ലീഡേഴ്സ് ആയിരുന്നു? സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ്, അല്ലയോ? കോൺഗ്രസിലെ ഒരു വിഭാഗമായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ സകല സംവിധാനത്തെയും സംഘടനാ സംവിധാനത്തെയും നിയന്ത്രിച്ചിരുന്നത് ഈ സിൻഡിക്കേറ്റുകളായിരുന്നു. കാമരാജ് നേതൃത്വം കൊടുക്കുന്ന സിൻഡിക്കേറ്റുകളായിരുന്നു കോൺഗ്രസിനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തിരുന്നത്. അവിടെ നെഹ്റുവിന് ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായത് ആരുടെ പിന്തുണ കൊണ്ടാണ്? ഈ പറഞ്ഞ സിൻഡിക്കേറ്റിന്റെ പിന്തുണ കൊണ്ടാണ്. കാരണം സിൻഡിക്കേറ്റ്, നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ സിൻഡിക്കേറ്റിന് വലിയ റോളൊന്നുമില്ല. നെഹ്റു തന്നെയാണ് പാർട്ടിയിലും ഗവൺമെന്റിലും സുപ്രീം പവർ. പക്ഷെ നെഹ്റുവിന്റെ മരണശേഷമാണ് ആര് തലപൊക്കിയത്? ഈ പറയുന്ന സിൻഡിക്കേറ്റ്, കാമരാജിന്റെ നേതൃത്വത്തിൽ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് തലപൊക്കിയത്. പിന്നീട് പാർട്ടിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? സിൻഡിക്കേറ്റ് ആയിരുന്നു. സിൻഡിക്കേറ്റ് ലീഡറായ കാമരാജ് ആയിരുന്നു അന്ന് പാർട്ടിയുടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ ഒരു പുതിയ ഗ്രൂപ്പ് നിലനിന്നിരുന്നു. അപ്പോൾ സിൻഡിക്കേറ്റ് അറിയാതെ കോൺഗ്രസ് പാർട്ടിയിൽ ഒന്നും നടക്കില്ലായിരുന്നു. സിൻഡിക്കേറ്റിന്റെ സഹായം കൊണ്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രി, പിന്തുണ കൊണ്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ 2ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയത്. ശാസ്ത്രിയുടെ മരണശേഷം ഇന്ദിരാഗാന്ധിയെ പ്രൈം മിനിസ്റ്റർ ആക്കിയതിലും ആർക്ക് നിർണായകമായ റോളുണ്ട്?
സിൻഡിക്കേറ്റിന് നിർണായകമായ റോളുണ്ട്. അപ്പോൾ അവിടെ തർക്കം തന്നെ രൂപപ്പെട്ടു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം മൊറാർജി ദേശായി ആണ് അടുത്ത ഭരണാധികാരിയായി വരുന്നത് എന്നുള്ളൊരു അഭ്യൂഹമൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? സിൻഡിക്കേറ്റിന്റെ പിന്തുണയോടെ ആരധികാരം നേടിയെടുത്തു? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി, ആദ്യത്തെ എന്നല്ല, ഇന്ത്യയിലെ ഏക വനിതാ പ്രധാനമന്ത്രി ആര് മാത്രമാണ്? ഇന്ദിരാഗാന്ധി മാത്രമാണ്. ഓക്കെ, അപ്പോൾ സിൻഡിക്കേറ്റിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ റോൾ ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായതും അതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായതും ഒക്കെ ആരുടെ പിന്തുണ കൊണ്ട് മാത്രമാണ്? സിൻഡിക്കേറ്റ് എതിർത്താൽ അന്ന് ആർക്കും തന്നെ കോൺഗ്രസിൽ എന്ത് ചെയ്യാൻ, നിലനിൽക്കാൻ കഴിയില്ല. അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ആരാണ് നേതൃത്വം കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു. ആരായിരുന്നു? കെ കാമരാജാണ് അതിൻ്റെ നേതൃത്വം നൽകിയിരുന്നത്. അതർ ലീഡേഴ്സ് ആരൊക്കെയാണ്? നീലം സഞ്ജീവ റെഡ്ഡി, എസ് കെ പട്ടേൽ, അതുല്യ ഘോഷ്, നിജലിംഗപ്പ തുടങ്ങിയവരൊക്കെ ഇതിന്റെ പ്രോമിനന്റ് ലീഡേഴ്സ് ആയിരുന്നു. അപ്പൊ ഇന്ദിരാഗാന്ധി എന്തുകൊണ്ടാണ് ഇവർ പ്രൈം മിനിസ്റ്റർ ആക്കിയത്? ഇന്ദിരാഗാന്ധിയെ പ്രൈം മിനിസ്റ്റർ ആക്കാനുള്ള കാരണം ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി വലിയ ഭരണപരിചയം കുറഞ്ഞ ഒരു വ്യക്തിയാണ്, മാത്രമല്ല വനിതയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിക്ക് വലിയ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഉപദേശം അനുസരിച്ച് ഇന്ദിരാഗാന്ധി നിലകൊള്ളും എന്നതായിരുന്നു ആരുടെ കണക്കുകൂട്ടൽ? ഈ സിൻഡിക്കേറ്റിന്റെ കണക്കുകൂട്ടൽ. ഇന്ദിരാഗാന്ധി അന്ന് ചെറുപ്പമാണ്. അത് മാത്രമല്ല നെഹ്റു മന്ത്രിസഭയിൽ എന്ത് ചെയ്തിരുന്നു? അവർ ശാസ്ത്രീയ മന്ത്രിസഭയിലുമൊക്കെ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു. പക്ഷേ വിദേശകാര്യമൊക്കെ അവർ കൈകാര്യം ചെയ്തിരുന്നു. പക്ഷെ ഭരണ പരിചയം വളരെ കുറവായിരുന്നു. ഒരു പ്രധാനമന്ത്രിയാകുവാനുള്ള ഒരു ശേഷിയൊന്നും അന്ന് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടെന്ന് ആരും തന്നെ എന്ത് ചെയ്തില്ല, കൽപ്പിച്ചിരുന്നില്ല. ആ ഘട്ടത്തിലാണ് സിൻഡിക്കേറ്റ് ആരെ ഉയർത്തിക്കാട്ടിയത്? ഇന്ദിരാഗാന്ധി ഉയർത്തിക്കാട്ടിയത്. അത് ഇന്ദിരാഗാന്ധിയോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പുതിയ നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന ആഗ്രഹം കൊണ്ടോ അല്ല. എന്താണ് കാര്യം? ഇന്ദിരാഗാന്ധി എക്സ്പീരിയൻസ് കുറഞ്ഞ ആളായതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കും, സിൻഡിക്കേറ്റ് ഗ്രൂപ്പ് പറയുന്നത് പോലെ കേൾക്കും എന്ന് ആര് കണക്കുകൂട്ടി? സിൻഡിക്കേറ്റുകൾ കണക്കുകൂട്ടി. അതുകൊണ്ടാണ് സിൻഡിക്കേറ്റുകൾ ഇന്ദിരാഗാന്ധിയെ പ്രൈം മിനിസ്റ്ററായിട്ട് എന്ത് ചെയ്തത്? അപ്പോയിന്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കാം എന്താണ് സിൻഡിക്കേറ്റ് എന്നും കോൺഗ്രസ് പാർട്ടിയിൽ സിൻഡിക്കേറ്റിന്റെ റോൾ എന്താണെന്നും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ ഫോർത്ത് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫിഫ്ത്ത് ചാപ്റ്ററിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ പഠിക്കുകയും ചെയ്തു. 1960s ഡേഞ്ചറസ് ഡീക്കേഡ് എന്ന് വിളിക്കുന്നതിനുള്ള റീസൺ നമ്മൾ പഠിച്ചു. രണ്ടാമത് ഇപ്പോൾ നമ്മൾ സിൻഡിക്കേറ്റിനെ കുറിച്ചും പഠിച്ചു. ഓക്കെ.